ടോഡ് ഫിലിപ്പ് സംവിധാനം ചെയ്ത ജോക്കർ എന്ന സിനിമയുടെ സീക്വലാണ് ജോക്കർ ഫോലി അഡു. എൻ്റെ പേര് അലൻ. ഞാൻ ബിജോ. പ്ലോട്ട് ആൻഡ് ഫോൾസ് എന്ന ഞങ്ങളുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ജോക്കർ എന്ന സിനിമയുടെ സീക്വൽ കണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സോറി, നീ ഇവൻ കണ്ടിട്ടില്ല. ഇവന് വേറൊരു അർജന്റ് കാര്യം ഉണ്ടായിരുന്നു, അപ്പം ഞാൻ മാത്രമാണ് ഇത് കണ്ടത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു പടം? പടം പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ഫീലാണ് എനിക്ക് കിട്ടിയത് പടം കണ്ടിട്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ വിചാരിച്ചൊരു എക്സ്പെക്ടേഷനിലേക്ക് ഇവിടെ എത്തിയില്ല. ഞാൻ പഴയ സിനിമ കമ്പയർ ചെയ്യില്ല, അതൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് പാർട്ട് കണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ട് ഈ പടം കണ്ടപ്പോൾ കിട്ടി. പിന്നെ ഇതൊരു മ്യൂസിക്കൽ ത്രില്ലർ ഫിലിമായിട്ടാണ് എടുത്തേക്കുന്നത്. ഞാൻ അത്ര മ്യൂസിക്കൽ ത്രില്ലർ ഫിലിം കാണുന്ന ആളല്ല. എനിക്ക് അങ്ങനത്തെ മ്യൂസിക്കൽ വലിയ അത്ര ഇൻട്രസ്റ്റ് ഇല്ല കാണാൻ വേണ്ടി. അപ്പം അതിൻ്റെ കൂടെ ഒരു പ്രശ്നമുണ്ട്. വേറെ ഇപ്പൊ ലാലാലാൻഡ് എന്നൊക്കെ പറഞ്ഞ ഫിലിംസ്, അതുപോലത്തെ ഫിലിംസ് ഞാൻ കണ്ടിട്ടുണ്ട്, സജസ്റ്റ് ചെയ്തിട്ട് കണ്ടതാണ്. പക്ഷെ അത് അങ്ങനത്തെ ഫിലിംസ് എനിക്ക് അത്ര അറിയത്തില്ലായിരുന്നു. അല്ല, മ്യൂസിക്കാന്ന് അറിയായിരുന്നു ട്രെയിലറും. പിന്നെ ഇത് ഏത് ടൈപ്പുള്ള മൂവിയാന്ന് ഓൾറെഡി നമുക്ക് അറിയാൻ പറ്റില്ല ആദ്യം. ആ മൂവിയിലേക്ക് വരുവാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാലോ, എൻഡ് ചെയ്യുന്നത് നമ്മുടെ ജോക്കറിനെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ജോക്കറിൻ്റെ കോട്രയൽസും കാര്യങ്ങളും, പിന്നെ അവർ ലേഡി ഹാർലി ക്വിൻ എന്ന പുതിയ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവർ തമ്മിൽ കണ്ടുമുട്ടുന്നതും അവർ തമ്മിലുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതും, അതാണ് കഥയുടെ ഒരു കഥ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ മെയിനായിട്ട് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞ പോലെ മ്യൂസിക്കിലൂടെയാണ്. അതാണ് എനിക്കത്ര വർക്കൗട്ട് ആയില്ലെന്നല്ല, അങ്ങനെയുള്ള ഇതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ ടെക്നിക്കലി പടം നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്കൊന്നും പറയാനില്ല. പിന്നെ പെർഫോമൻസുകളാണെങ്കിൽ ജാക്കിൻ ഫീനിക്സ് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പുള്ളി ആക്ടിങ് നൈസ് ആണല്ലോ. ഫസ്റ്റ് ഡെലിവറി ചെയ്തിട്ടുണ്ട്, ഇതിൽ നന്നായിട്ട് പുള്ളി ഡെലിവറി ചെയ്തിട്ടുണ്ട്. അതുപോലെ ലേഡി ഹാർലി ക്വിൻ ആണെങ്കിലും എനിക്ക് പക്ഷേ അത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല ക്യാരക്ടർ. നന്നായിട്ട് ചെയ്തിട്ടില്ലല്ലോ, പക്ഷെ എനിക്ക് അത്ര വർക്കായില്ല. കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്, വാച്ചബിൾ ആയിട്ടുള്ള സിനിമയാണ്. ഞാൻ പറഞ്ഞില്ല, ടെക്നിക്കലി നന്നായിട്ട് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കണ്ടിരിക്കാം. പിന്നെ പെർഫോമൻസുകൾ നല്ലതാണ്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റോറിയാണ്, അതാണ് ഒരു പടത്തിന്റെ ഒരു ത്രെട്ട്. ഇവർ തമ്മിലുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പാണ് പടത്തിന്റെ ത്രെട്ട്. അപ്പൊ അതാണ്. പിന്നെ എക്സ്പെക്ടേഷൻസ് വെച്ചല്ല ഞാൻ കാണാൻ പോയത്. എനിക്കറിയായിരുന്നു ഫസ്റ്റ് പാർട്ട് ജോക്കറിന് എന്തായാലും അതിന്റെ മുകളിൽ വരാൻ പോകുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അതുപോലെ അതിൻ്റെ അകത്ത് ജാക്കിൻ ഫീനിക്സ് അല്ല, അത് ഫുൾ ജാക്കിൻ ഫീനിക്സിലൂടെയാണല്ലോ ഫസ്റ്റ് പാർട്ട് മുന്നോട്ട് പോയത്, എല്ലാവർക്കും അറിയാലോ. ഇതാ റൊമാൻറ്റിക് റിലേഷൻഷിപ്പാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള, അതിനാണ് പറയുന്നത്, അതിനാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ കുറേ മ്യൂസിക്കല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറേ പ്രതീക്ഷിക്കാതെ കുറേ സംഭവങ്ങൾ സെക്കൻഡ് ഹാഫിലാണ്. കുറച്ച് ട്വിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് പടത്തിന്റെ അവസാനം ഒരു 30 മിനിറ്റ്സിലൊക്കെ. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഔട്ട് ഓഫ് 10 ഒരു 6. എബോവറേജ് അല്ല, നോർമൽ പടം കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടം അത്രേ ഉള്ളൂ. അപ്പോൾ ആരും എക്സ്പെക്ടേഷൻ വെച്ചിട്ട് ആരും കാണാൻ പോകുന്നത്, ഞാൻ അങ്ങനെയല്ല കാണാൻ പോയത്. അങ്ങനെ പോയില്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അത്രേ ഉള്ളൂ, പോവുക. പിന്നെ മ്യൂസിക്കൽ ഫിലിംസ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും. ടെക്നിക്കലി നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ടെക്നിക്കലി നന്നായിട്ട് പടം ചെയ്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട്. അങ്ങനെയല്ല, തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യാനുള്ള ഞാൻ പറഞ്ഞില്ലേ, വിഷ്വൽസ് അടിപൊളിയാ. വിഷ്വൽസ് നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുന്ന വിഷ്വൽസ് തന്നെയുണ്ട്. ബുക്ക് ചെയ്തത് ഫ്രണ്ട് സീറ്റിലായിരുന്നു ബഡ്ജറ്റില്, അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പുതിയ ചാനലാണ്, അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.